ഒരു പടം വരയ്ക്കാനായിട്ട് ഫോട്ടോഷോപ്പിൽ ഭയങ്കര സിമ്പിളാണ്. അതിനൊരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പെൻ ടൂൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ 4 പോയിന്റുകളിൽ 4 നോഡുകൾ കമാൻഡ് യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് ഓർ കൺട്രോൾ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 പോയിന്റിൽ ഒരെണ്ണം ആക്റ്റീവ് ആയിരിക്കും. ഏതാ ക്ലിക്ക് ചെയ്യുന്നത് അത് ആക്റ്റീവ് ആവും. ഇതിനകത്ത് ഓൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ 2 കൺട്രോൾ പോയിന്റ്സ് കൂടെ കിട്ടും. ഈ കൺട്രോൾ പോയിന്റ്സ് ഈ നോഡിന് കർവ് ചെയ്യും. ഈ വരുന്ന ഓരോ നോഡിനിടയിൽ വരുന്ന ഓരോ ലൈൻസിനും കർവ് ചെയ്യും. കൺട്രോൾ പോയിന്റ്സിൻ്റെ അകലമാണ് ഇതിൻ്റെ വളവ് അല്ലെങ്കിൽ കർവിൻ്റെ ആ വളവിൻ്റെ ദൂരവും. ഇത് എത്ര അകലുന്നു അത്രയും വളഞ്ഞുകൊണ്ടേയിരിക്കും. ഒപ്പം തന്നെ ഓപ്ഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഓരോ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ, അത് ഓരോ നോഡിൽ ക്ലിക്ക് ചെയ്താൽ അത് വീണ്ടും പഴയതുപോലെ തന്നെ സ്ട്രൈറ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്കത് ചെയ്യുന്നതനുസരിച്ച് അത് പഠിക്കാം. പിന്നെ ഒരു ചിത്രം വരയ്ക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ബ്രഷാണ്. ഇവിടെ നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ നമുക്കിവിടെ 2 ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഒരു ലെയർ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ലെയറാണ്, മറ്റേ ലെയർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്ന് കാണണം. അതിനുവേണ്ടി അതിനകത്തേക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന കളർ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കീബോർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന വൈറ്റ് കളർ അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്നത് കമാൻഡ് ഡിലീറ്റ് ആണ്. വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ബാക്ക് സ്പേസ് എന്ന് പറയാം. അപ്പോൾ ആ കളർ അങ്ങോട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മേളിലത്തെ ലെയറിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രം ഈ താഴത്തെ ചിത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ഔട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ചിത്രത്തിൽ ഈ താഴെ കിടക്കുന്ന ഈ ലെയറിൻ്റെ ലോക്ക് കളഞ്ഞിട്ട് നമ്മളവിടെ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല, ബ്രഷ് ലോക്ക് ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനെയും നമുക്ക് അങ്ങനെ ലോക്ക് ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഇതിൽ വീഴത്തില്ല. നമുക്ക് അഥവാ മാറി അറിയാതെ അങ്ങനെ ക്ലിക്കായി പോയാൽ തന്നെയും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് ഇതിനകത്തേക്ക് വരില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ആ 2 കാര്യങ്ങൾ എനേബിൾ ചെയ്ത് ഈ ലോക്ക് നമ്മൾ എനേബിൾ ചെയ്തു. ഓക്കെ, നമ്മൾ ഈ ലെയറിലേക്കാണ് വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ബ്രഷിൻ്റെ സൈസ് നോക്കണം. നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന നമുക്കൊരു 2, 3, 4 കൊടുത്ത് നോക്കാം. 4 വെച്ച് വരയ്ക്കുമ്പം ഇച്ചിരി വലിയ സൈസായി പോകുന്നത്, അത് വേണ്ട, ഇച്ചിരി കുറയും. 4 എന്നുള്ളത് ഒരു 3 ആക്കാം. വലിയ കുഴപ്പമില്ല, നോക്കാം. നേരെ പെൻ ടൂൾ എടുത്തു, ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അടുത്ത ക്ലിക്ക് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യും. കാര്യം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ കൺട്രോൾ പോയിന്റ് ഇവിടെ കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കർവ് ആവും. ഇതുണ്ട്, അപ്പം ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീണ്ടും അതൊന്ന് കണക്ക് കൂട്ടി കർവ് ചെയ്തു. ഇത് ഇത്രയും ചെയ്തു. അപ്പം ഇവിടെ കർവ് ഇച്ചിരി മാറിപ്പോയി. അപ്പം നമുക്ക് ഈ ഭാഗത്ത് ഇത് ഇതുപോലെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ആ കൺട്രോൾ പോയിന്റ് ചെറുതാക്കി വെക്കുക. ഇവിടെ വലിയ കർവ് വേണം, ഈ കൺട്രോൾ പോയിന്റ് വലുതാക്കി വെച്ചു. ഇവിടെ ചെറിയ കർവ് മതി, അപ്പോൾ ഈ കൺട്രോൾ പോയിന്റ് നമ്മൾ ചെറുതാക്കി വെച്ചു. ഇവിടെ മുതൽ ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് പാത്ത് എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. സ്ട്രോക്ക് പാത്ത് എടുത്തു. ഞാനിവിടെ ഡ്യുവൽ മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് വരും. ഓക്കെ, സ്ട്രോക്ക് പാത്ത് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു മെനു വരും. നമ്മൾ ഏത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സ്ട്രോക്ക് പാത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് ബ്രഷാണ്, അപ്പോൾ ആ ബ്രഷ് നമ്മൾ സെലക്ട് കൊടുത്തു. അതുപോലെ ഇതിനൊരു പ്രഷർ കൊടുക്കും. സിമുലേറ്റ് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ 2 എൻഡും പ്രഷർ കുറഞ്ഞ് നിന്ന് സെൻറ്ററിൽ നല്ല പ്രഷർ ഉണ്ടാവും, ലാസ്റ്റ് വരുമ്പോഴും പ്രഷർ കുറയും. അപ്പോൾ ഈ ഒരു ലൈൻ കാണാനൊരു ഭംഗിയുണ്ട്, ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈൻ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് സിമുലേറ്റ് പ്രഷർ കൂടെ നമ്മൾ എനേബിൾ ചെയ്തു. ഓക്കെ കൊടുക്കും. അയ്യേ, ശരിയായില്ല. ഈ ബ്രഷ് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ബ്രഷ് എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈ റൗണ്ട് ബ്രഷ് മാറ്റി നമുക്ക് ഈ സോഫ്റ്റ് റൗണ്ട് പ്രഷർ കൊടുക്കുക. അതാകുമ്പോഴാണ് കറക്റ്റ് ഒരു പ്രഷർ, ആ സിമുലേറ്റ് പ്രഷർ കൂടെ ആകുമ്പോഴേക്ക് സംഗതി ഭംഗിയാവും. ഓക്കെ, റെഡി. വീണ്ടും പെൻ ടൂൾ എടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, സ്ട്രോക്ക് പാത്ത്, പിന്നെയും റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് പാത്ത് എടുത്തു. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിപ്പ് ചെയ്യാം. എഡിറ്റിനകത്ത് കീബോർഡ് ഷോർട്ട് കട്ട് കൊടുക്കാം. അതിന് മുമ്പ് എന്താ സംഭവം ശ്രദ്ധിക്കാം. ഇത് എവിടെയാണ് കൊടുക്കണമെന്ന് അറിയണ്ടേ. ശരിക്കും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്ട്രോക്ക് പാത്തൊക്കെ കിടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ വിൻഡോസിൽ പാത്ത്, എവിടെ പാത്ത് അതുണ്ട്, പാത്ത്. ഇത് സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പാനൽ വരും. ഈ പാനലിൻ്റെ
ഇത് കണ്ടോ, ഇതാണ് ഫിൽ സ്ട്രോക്ക് പാത്ത് സെലക്ഷൻസ്, കൺവേർട്ട് ടു പാത്ത്, മാസ്ക്, ന്യൂ, ഡിലീറ്റ്, ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വേണ്ടത് ഡിലീറ്റ് പാത്ത് ഇതാണ്, സ്ട്രോക്ക് പാത്ത് ഇതാണ്. ഇത് രണ്ടുമാണ് നമുക്കിവിടെ ഷോർട്ട് കീ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ എഡിറ്റിൽ വരുന്നു, കീബോർഡ് ഷോർട്ട് കട്ട് എടുക്കുന്നു, പാനൽ മെനു എടുക്കുക. പാനൽ മെനുവിനകത്ത് താഴത്തേക്ക് വരിക, ഇവിടെ പാത്ത് വേണ്ട. ഈ പാത്തിനകത്ത് ഓൾറെഡി ഞാൻ ഒരെണ്ണം സെറ്റ് ഇട്ടിട്ടുണ്ട് നേരത്തെ. പല പല ഇതിങ്ങനെ ചെയ്യേണ്ടി വരുന്ന സമയത്തൊക്കെ നേരത്തെ ഓൾറെഡി സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഡിലീറ്റ് പാത്ത് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഏത് കീ വേണം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കീ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കണ്ടോ, ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ്, കോപ്പി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് കിട്ടിയൊരു കീ ഇതാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ്, ഒന്ന് ഡിലീറ്റ് പാത്തും ഒന്ന് സ്ട്രോക്ക് പാത്തും, ഈ രണ്ട് സാധനം കൊടുത്തു നമ്മൾ നേരെ പോവാം. കൃഷ്ണമണി ഞാൻ വിളിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, കൃഷ്ണമണിയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ കൃഷ്ണമണി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇച്ചിരി വൈറ്റ് കൊടുത്തേക്കണം. കൃഷ്ണമണിയുടെ കളർ അടിക്കുമ്പോൾ അതിൻ്റെ കാണാനൊരു ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഹെയർ സെറ്റാക്കണം. ഹെയർ സെറ്റാക്കുമ്പോഴേക്കും നമ്മൾ ബ്രഷ് ഒന്ന് മാറ്റി പിടിക്കണം. ഓക്കെ, പിന്നെ ബ്രഷ് എടുക്കുക. ബ്രഷ് നമുക്ക് അന്നേരം വിൻഡോസിനകത്ത് ബ്രഷ് സെറ്റിങ്സ് എടുക്കണം. ബ്രഷ് സെറ്റിങ്സ് എടുക്കാം. ഇതിനകത്ത് ഇപ്പം നമുക്കൊരു നല്ല ബ്രഷ് എടുക്കാം. ഇത് എങ്ങനെ ഉണ്ടാവും, ഇതെങ്ങനെ ഉണ്ടാവും, ഇത് ഇച്ചിരി കൂടുതൽ നാരുണ്ട്, ഇതെണ്ണം കുറവാണ്, ഇത് കുറവുണ്ട്. പക്ഷെ പോലെ നമുക്ക് ഇതെടുക്കാം. ഇതെടുക്കാം. വീറ്റ് ബ്രഷ് കൂടെ തന്നെ പിടിക്കാം. കുറച്ചുകൂടെ ഒരു ഫെദർനെസ്, ഒരു ഇത് കിട്ടും. സൈസ് നോക്കിയതുണ്ട്, ഇങ്ങനെ ഒരു നാരോസ് ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് കുറയ്ക്കുക, സ്പേസിങ് കുറയ്ക്കുക. അപ്പോഴേക്ക് നമ്മുടെ മുടിയുടെയൊക്കെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാം. ഓക്കെ, ഇത്ര സൈസൊന്നും വേണ്ട, വളരെ ചെറിയ സൈസ് നമുക്ക് കൊണ്ട് നോക്കാം. അപ്പം ഹെയർ വരയ്ക്കാണ്ട് ഒരു പുതിയ ലെയറും എടുത്തു. ഓക്കെ, ഇതിനകത്തേക്ക് വരയ്ക്കാം. മുടി റെഡിയായി, ഫേസൊക്കെ ഏകദേശം ആളെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇത് സമയമൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്താൽ സൂപ്പറായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫേസ് തന്നെ ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.